നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴ തുറവൂരിൽ അമ്മയുടെ മൃതദേഹം മറ്റാരും അറിയാതെ കുഴിച്ചുമൂടിയ മകൻ. തുറവൂർ മനക്കോടം സ്വദേശിനി രാധിയുടെ മൃതദേഹമാണ് മകൻ ഗിരീഷ് അടുക്കളയിൽ കുഴിച്ചിട്ടത്. ഗിരീഷ് അമ്മയെ കൊലപ്പെടുത്തിയതാണോ? കൊലപാതകത്തിന് ശേഷം മൃതദേഹം കുഴിച്ചുമൂടിയതാണോ? ഇക്കാര്യം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഗിരീഷ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. നാട്ടുകാരുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും. ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ അമ്മ അനക്കമില്ലാതെ കിടക്കുകയായിരുന്നുവെന്നാണ് പോലീസിനോട് ഗിരീഷ് പറഞ്ഞത്. ഗിരീഷിന്റെ ഭാര്യ പിണങ്ങി മറ്റൊരിടത്താണ് താമസിക്കുന്നത്. അവിടെ നിന്ന് മക്കളെ വിളിച്ചുകൊണ്ടുവന്ന് അമ്മൂമ്മ മരിച്ചുവെന്ന് അവരോട് പറഞ്ഞു. വരുന്ന വഴി മൺവെട്ടി വാങ്ങി മൃതദേഹം കുഴിച്ചിട്ട ശേഷം അടുപ്പുകല്ല് മുകളിൽ വെച്ചു. ആരോടും ഇക്കാര്യം പറഞ്ഞില്ല. അതിലാണ് ദുരൂഹത സംശയിക്കുന്നത്. ഗിരീഷിൻ്റെ ഭാര്യയാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. ഭാര്യ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസിനെ വിവരം അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗിരീഷിനെ കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഒരു മകൻ അമ്മയുടെ മൃതദേഹം കുഴിച്ചു മൂടുന്നു, അത് യാതൊരു കർമ്മങ്ങളുമില്ലാതെ. ഇത് കൊലപാതകമാണോ? പോലീസ് എന്താണ് സംശയിക്കുന്നത്? ഗിരീഷ് എന്താണ് പോലീസിനോട് പറയുന്നത്? തോമസ്, സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം മകൻ അമ്മ മരണപ്പെട്ടു എന്നുള്ള വിവരം മറ്റുള്ളവരുടെ പുറം ലോകത്തേക്ക് അറിയിക്കാതെ അത് സംസ്കരിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ സംശയം തോന്നിയിട്ടുള്ളതും. കാരണം ഈ ഗിരീഷ് ദീർഘകാലമായി മദ്യത്തിന് അടിമയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാൾ സ്ഥിരം മദ്യപാനിയാണ്. ഒപ്പം തന്നെ മദ്യപിച്ചു വരുന്ന ഘട്ടത്തിൽ പലപ്പോഴും അമ്മയുമായി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതും അയൽവാസികളായ ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിലേക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. കാരണം ഗിരീഷിന്റെ മദ്യപാന ശീലത്തെ തുടർന്ന് ഭാര്യയും കുട്ടികളും അടക്കമുള്ളവർ ഇയാളുടെ ഒപ്പമല്ല താമസിക്കുന്നത്, അവരെ മാറിയാണ് താമസിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മുമ്മ മരണപ്പെട്ടു എന്നുള്ള വിവരം കൊച്ചുമക്കളോടക്കം പങ്കുവച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ രാവിലെയാണ് രാധ പള്ളിത്തോട്ടെ വീട്ടിൽ, അതായത് ആ വീട് തന്നെ ഒരു ദുരൂഹമായ സാഹചര്യത്തിലുള്ള സ്ഥലമാണ്. കാരണം അടുത്തങ്ങനെ മറ്റു വീടുകളില്ല. ഒരു ചിറയുടെ നടുക്കായിട്ടാണ് ഈ വീട് ഉള്ളത്. ചുറ്റും വെള്ളക്കെട്ടാണ്. അവിടെ ഈ അമ്മയും മകനും മാത്രമാണ്, രാധയും ഒപ്പം തന്നെ ഗിരീഷും മാത്രമാണ് താമസിച്ചിരുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. തുടർന്ന് ഈ വിവരം, അതായത് ഇവരെ അമ്മയെ കുഴിച്ചിട്ടു എന്നുള്ള വിവരം ലഭ്യമായതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ടോടു കൂടി കുത്തിയതോട് പോലീസ് ഗിരീഷിനെ കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അവിടെ അനക്കമില്ലാതെ മരണപ്പെട്ട രീതിയിൽ കിടന്നു എന്നുള്ളത് തന്നെയാണ് ഗിരീഷ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അമ്മയെ കുഴിച്ചു ഇട്ടു എന്നുള്ള, പക്ഷെ അത് എന്തിനിങ്ങനെ സംസ്കരിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇനി ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീടിന്റെ അടുക്കള ഭാഗത്ത് നിന്ന്, അതായത് അടുക്കള ഭാഗത്തോട് ചേർന്നുള്ള മുറിക്കകത്ത് നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അടുപ്പുകല്ല് ഉൾപ്പെടെ അതിന്റെ മുകളിൽ വെച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യം സംശയാസ്പദമായി തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 12 മണിയോടുകൂടിയാണ് അവിടുത്തെ ഈ പ്രദേശത്തെ, അതായത് തഹസിൽദാർ അടക്കം വന്ന് കുത്തിയതോട് പോലീസ് മൃതദേഹം കുഴിച്ച് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ഇന്നലെ തന്നെ ഈ സ്പോട്ട് പോലീസ് കവർ ചെയ്തിരുന്നു. കാരണം ഇയാളിൽ നിന്നും ഇങ്ങനെ വീടിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതോടുകൂടി പോലീസ് കാവലിലായിരുന്നു ആ വീട് ഉള്ളത്. വീട്ടിലേക്ക് കടക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. കാരണം ഒരു തോടാണ്, തോടിന് ചുറ്റും ഒരു തടി വെച്ചിട്ടുള്ള ഒരു ചെറിയ പാലം, അത് തന്നെ പൂർണ്ണമായി പാലമായിട്ടല്ല, ഒരു തടിയാണ് ഇട്ടേക്കുന്നത്, അത് തന്നെ പൂർണ്ണമായിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമുള്ളൊരു വീടാണ്. അത്ര വീടും വീടിൻ്റെ അകവും ഒക്കെ തന്നെയാണ് വെള്ളക്കെട്ടും പ്രശ്നങ്ങളുമുള്ള ഒരു താറുമാറായ അവസ്ഥയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ രാധയും ഒപ്പം തന്നെ മകൻ ഗിരീഷും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇയാളുടെ മദ്യപാനം തന്നെയാണ് ഈ കുടുംബം തകർത്തതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പരിസരവാസികളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഫോറൻസിക് പരിശോധനകൾക്ക്, അതായത് ഇൻക്വസ്റ്റ് നടപടികളടക്കമുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഇനി അല്പസമയത്തിനകം തന്നെ മൃതദേഹം പുറത്തേക്ക് ഇറക്കുമെന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതായുണ്ട്. കാരണം വീട്ടിൽ വെച്ച് ഒരാൾ സ്വാഭാവിക മരണമാണെന്നാണ് ഗിരീഷ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്.
ഇത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. കാരണം ഇയാൾ സ്ഥിരം മദ്യപാനിയാണ്, മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തി. ഇയാളുടെ കടുത്ത മദ്യപാനം കാരണമാണ് ഭാര്യയും മക്കളും പിണങ്ങിപ്പോയതെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പതിവായി അമ്മയുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നോ? ഈ കഴിഞ്ഞ രാത്രിയിൽ എന്തായിരിക്കും ആ വീട്ടിൽ സംഭവിച്ചത്? അങ്ങനെ ഈ പ്രതിയുടെ ഈ മൊഴിയിൽ പോലീസ് എത്രത്തോളം പോലീസ് വിശ്വാസത്തിലെടുക്കുന്നുണ്ട്? കാരണം ഇയാൾ ഇപ്പോഴും ഈ മദ്യലഹരിയിൽ തന്നെയാണോ? കാരണം എന്താണ് പോലീസിനോട് ഈ കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിവരിക്കുന്നത്? ഇയാൾ ഫുൾ ടൈം വെള്ളമാണ്, അതായത് മദ്യപാനമാണ് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മദ്യലഹരിയിലുള്ള ആൾ തന്നെയാണ്. പരിസരവാസികൾ പറയുന്നത് അമ്മയും മകനും തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട് എന്നുള്ള കാര്യം പരിസരവാസികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. അപ്പോൾ ആ വീടിനകത്ത്, ഒറ്റപ്പെട്ട വീടിനകത്തുനിന്ന് അത്തരത്തിൽ പരിസരവാസികളടക്കം ഈ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നെങ്കിൽ അവിടെ നല്ല വഴക്ക് നടക്കാറുള്ള ഒരു വീട് തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം ഇയാളുടെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ഭാര്യയും കുട്ടികളും മാറി താമസിക്കുന്നത്. ഭാര്യ നിർമ്മാണത്തോടിലെടുത്താണ് ജീവിക്കുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യമാണ് കുടുംബത്തുള്ളത്. ഒപ്പം തന്നെ സ്ഥിരം മദ്യപാനിയാണ് എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഇയാളുടെ ചിത്രങ്ങളടക്കം നമുക്ക് ലഭ്യമായത് മദ്യക്കുപ്പി പിടിച്ചുകൊണ്ട് കിടക്കുന്ന ചിത്രങ്ങളാണ് ഇയാളുടെ ലഭ്യമായിട്ടുള്ളത്. അത്തരത്തിൽ മദ്യത്തിന് അഡിക്റ്റ് ആണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം തന്നെ തികച്ചും സംശയാസ്പദമായ സാഹചര്യങ്ങളാണ്. ഇനി ഇയാൾ മദ്യലഹരിയിൽ ചെയ്തതാണോ ഇത്തരം കാര്യങ്ങൾ? കാരണം സ്വാഭാവികമായ എന്തെങ്കിലും മരണം സംഭവിച്ച ശേഷം ഇയാൾ മറ്റേതെങ്കിലും രീതിയിൽ ഭയത്തിൻ്റെ പുറത്ത് ഇത് ചെയ്തതാണോ എന്നൊക്കെയുള്ള സ്ഥിരീകരണത്തിലേക്ക് വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ കാര്യങ്ങൾ സംശയകരമാണ്. കാരണം അമ്മ മരിച്ചു എന്നുള്ള വിവരം, രാവിലെ മരിച്ചെങ്കിൽ ആ മരിച്ച വിവരം എന്തുകൊണ്ട് നാട്ടുകാരെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ അറിയിച്ചില്ല? ഒപ്പം തന്നെ വീടിൻ്റെ അടുക്കള ഭാഗത്തോട് ചേർന്ന് വീടിനകത്ത് തന്നെ കുഴിച്ചു മൂടുകയും അതിന് മുകളിൽ അടുപ്പുകൾ അടക്കം വെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് എന്ത് മറയ്ക്കാനാണെന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പോലീസ് ഇയാൾ തികഞ്ഞ മദ്യപാനി ആയതുകൊണ്ട് തന്നെ ഇനി മദ്യലഹരിയിൽ ഇതൊക്കെ കാണിച്ചു കൂട്ടിയതാണോ, അതോ ഈ യഥാർത്ഥത്തിൽ മരണം സംഭവിച്ച് മറ്റെന്തെങ്കിലും രീതിയിൽ മരണം സംഭവിച്ചതാണോ എന്നൊക്കെയുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ പോലീസിൽ നിന്നും അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നില്ല. അവരും ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായിട്ടൊക്കെ കാത്തിരിക്കുകയായിരിക്കും. കാരണം നേരത്തെ തന്നെ ആലപ്പുഴയിൽ മറ്റൊരു കേസ് ഇതുപോലെ തന്നെ ഉണ്ടായിട്ടും അതും ഈ പറഞ്ഞ രീതിയിൽ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അത് സ്വാഭാവിക മരണമായിരുന്നു. പക്ഷേ ഈ മരണത്തിന് ചുറ്റുമുള്ള ആളുകളെല്ലാം തന്നെ ഈ വിഷയത്തെ ഭയപ്പെടുകയും ചെയ്തു. അങ്ങനെ മറച്ചു വെക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഔദ്യോഗികമായ ഒരു ശാസ്ത്രീയ പരിശോധനകളിലേക്ക് കടക്കട്ടെ എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇന്നലെയാണ് ഇത് സംഭവിച്ചത്. ഇന്നലെ രാവിലെയാണ് മരണം സംഭവിച്ചതെന്നാണ് പറയുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഇയാൾ ഇത് ചെയ്തത് എന്നുള്ളതും വൈകിട്ട് കുട്ടികളോടടക്കം ഈ കാര്യം പറഞ്ഞു എന്നും ഭാര്യയാണ് വിവരം പോലീസിന് കൈമാറിയെന്നുമൊക്കെ ഉള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായൊരു വെർഷൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. അവർ അത്തരം കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ തൊട്ട് കുത്തിത്തോട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഗിരീഷ് ഉള്ളത്. ശരണ്യ, ഈ സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ക്രൈം സ്പോട്ടായി ആലപ്പുഴ ജില്ല മാറുകയാണോ? കാരണം അതിൽ കൂടുതലും വീടുകളിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, ക്രൂരകൃത്യങ്ങൾ, അത് അമ്മയെ കൊലപ്പെടുത്തുന്ന മക്കള്, അതല്ലെങ്കിൽ നമുക്കറിയാം ഈ സെബാസ്റ്റ്യൻ്റെ കേസ്, അങ്ങനെ ശരണ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി സംഭവങ്ങൾ, ഈ ആളുകളെ കൊന്ന് കുഴിച്ചു മൂടുന്ന സംഭവങ്ങൾ പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലാണ് ഇത്ര അധികമായി വർദ്ധിക്കുന്നത്. പക്ഷേ ഈ കേസുകളിലൊക്കെ പോലീസിൻ്റെ അന്വേഷണം എങ്ങുമെത്താത്തൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇത്രയധികം ക്രൈം നിരക്കുകൾ വർദ്ധിക്കുന്നതാണോ പോലീസിനും വെല്ലുവിളിയാകുന്നത്? ടോം സൂചിപ്പിച്ചത് ശരിയാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ആലപ്പുഴയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം വളരെ വലുതാണ്. കലവൂർ സ്വദേശിനിയായ സ്ത്രീയെ, എറണാകുളം സ്വദേശിയായ സ്ത്രീയെ ഇതുപോലെ തന്നെ കലവൂര് കൊലപ്പെടുത്തി അവരുടെ ആഭരണങ്ങൾ കവർന്ന ശേഷം വീട്ടുവളപ്പിൽ മറവ് ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഒരു നവജാത ശിശുവിനെ മറവ് ചെയ്ത സംഭവം, അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ നിരവധി കേസുകൾ അമ്പലപ്പുഴയിലാണെങ്കിൽ താനുമായി അടുപ്പമുണ്ടായിരുന്ന ഒരു സ്ത്രീയെ അമ്പലപ്പുഴ സ്വദേശി തന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി അവിടെയും രഹസ്യമായി മറവ്. അങ്ങനെ നിരവധി കേസുകൾ ഇത്തരത്തിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അത് മറവ് ചെയ്ത് പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ് കുഴിച്ചെടുക്കുന്ന രീതി ആലപ്പുഴയിലുണ്ട്. അത്തരം കേസുകൾ കൂടുതലായി ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരം ക്രൈമുകൾ വരുന്നു. പിന്നീട് എല്ലാവരും ഞെട്ടിച്ച കേസായിരുന്നു പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ്റെ കൊലപാതക പരമ്പര. അത്തരം സംഭവങ്ങളൊക്കെ തന്നെ ഇതൊരു ക്രൈം സ്പോട്ട് എന്ന് നമുക്ക് പറയുന്നതിനപ്പുറം
അപ്പുറത്തേക്ക് ഇത്രയും സമാന രീതിയിൽ സമാന സ്വഭാവമുള്ള കൊലപാതകങ്ങൾ ആലപ്പുഴയിൽ നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെല്ലാം തന്നെ മറവ് ചെയ്യുന്ന രീതിയൊക്കെ എല്ലാം കുഴിച്ചിടുകയും അത്തരത്തിൽ വീടിനകത്ത് കുഴിച്ചിടുന്നു, വീട് പൊളിച്ച് പുറത്തേക്ക് എടുക്കുന്ന ഒരവസ്ഥ വരുന്നു. നമുക്കറിയാം AC റോഡിൽ ഇതുപോലെ തന്നെയായിരുന്നു. വീടിനകത്ത് കുഴിച്ചിട്ട നിലയിലായിരുന്നു ഒരു മൃതദേഹം ഉണ്ടായിരുന്നത്. അത് പിൻഭാഗം കോൺക്രീറ്റ് ചെയ്ത് അടച്ചിരുന്നു, അതും പൊളിച്ചാണ് പുറത്തേക്ക് എടുത്തത്. അപ്പോൾ ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള കേസുകൾ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നിരവധി കേസുകൾ ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലയളവിലായി അത്തരത്തിലൊരു കുഴിച്ചുമൂടുന്ന രീതി, കുഴിച്ചുമൂടുക എന്നുള്ള രീതി ഒരു ആലപ്പുഴയിൽ സ്ഥിരം കേസുകളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പല കേസുകളിലും മിസ്സിംഗ് ആവുന്നതും അവസാന ടവർ ലൊക്കേഷൻ വരുന്നതും ജില്ലയാണ് എന്നതും ദുഃഖകരമാണ് കേട്ടോ. വ്യക്തമാണ്. അതാണ് ഏറ്റവും ഒരു കാലത്ത് വളരെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന നാട്ടുകാരാണ്. പക്ഷെ ഇപ്പോൾ പതിവായി ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങളെക്കുറിച്ച്, അരുംകൊലകളെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നും കേൾക്കുന്നത്. പ്രത്യേകിച്ച് വീടുകളിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, കൊന്നു കുഴിച്ചു മൂടുന്നു, തെളിവുകൾ നശിപ്പിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ചില കേസുകൾ പുറത്തു വരുന്നു. പക്ഷേ ഈ തുറവൂർ സ്വദേശിനി ആയ വയോധികയുടെ മരണത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൽ ചില നിർണായകമായ വിവരങ്ങൾ ലഭിക്കുകയാണ്. നാട്ടുകാർക്ക് തോന്നിയ സംശയം, അതിൻ്റെ അടിസ്ഥാനത്തിൽ മകനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. പക്ഷേ ഇയാൾ കൊലപ്പെടുത്തിയതാണോ, കൊലപാതകത്തിന് ശേഷം കൊന്നു കുഴിച്ചത് മൂടിയതാണോ? ഇതാണ് പോലീസ് അന്വേഷിക്കുന്നത്. കൊച്ചി വൈറ്റിലയിലെ പാതിര കൊലപാതകമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. വാക്കുതർക്കത്തിനിടെ ആൺസുഹൃത്ത് ഷാജിയുടെ ഫോൺ സുധ എടുത്തെറിഞ്ഞതിലുള്ള പ്രകോപനം. യുവതിയുടെ മുഖത്തും കണ്ണിലും മുഷ്ടി ചുരുട്ടി അയാൾ പിന്നീട് ആഞ്ഞടിക്കുന്നു. കരിങ്കല്ലുകൊണ്ട് തലക്കടിച്ച് ക്രൂരമായ മർദ്ദനം, പിന്നീട് ചോര വാർന്നുള്ള മരണം. കോട്ടയം ചിങ്ങവനം സ്വദേശിനി സുധാ ബേബിയുടെ കൊലപാതകം ആസൂത്രിതമല്ലെന്നാണ് പോലീസ് പറയുന്നത്. കുടുംബജീവിതം തകർക്കുമെന്ന് സുധ പറഞ്ഞതിനെ തുടർന്നാണ് കൊലപാതകം നടത്തിയതെന്ന് വൈറ്റില പൊന്നുരുന്നി സ്വദേശിയായിട്ടുള്ള ഷാജി പോലീസിനോട് വെളിപ്പെടുത്തി. തെളിവെടുപ്പിനിടെയാണ് ഇക്കാര്യങ്ങൾ പ്രതി തുറന്നു പറയുന്നത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, ഈ കൊലപാതകത്തിൽ, സുധയുടെ കൊലപാതകത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു. ഇപ്പോൾ കൊലപാതകത്തിൻ്റെ ചുരുളഴിയുന്നു. എന്തിനാണ് കൊലപ്പെടുത്തിയതെന്ന് പറയുന്നു. തൻ്റെ കുടുംബജീവിതം തകർക്കുമോ, സുധ പെൺസുഹൃത്ത് തകർക്കുമോ എന്നാണ് അയാൾ ആശങ്കപ്പെട്ടു. അതേ തുടർന്നുള്ള പ്രകോപനം, ഇത് ആസൂത്രിതമല്ല, പെട്ടെന്നുള്ളൊരു പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണോ പോലീസിന്റെ കണ്ടെത്തൽ? ടോം, ഇതിൽ പോലീസ് പറയുന്നത് ആ രീതിയിലാണ്. കാരണം ഇന്ന് ഇപ്പോൾ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി പ്രതി ഷാജി മുത്ത DCPയുടെ നേതൃത്വത്തിൽ, DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിൽ അവിടെ പോലീസ് സംഘം എത്തിയിരുന്നു. അവിടെ വെച്ച് ഇയാൾ പോലീസിനോട് ഇതിൽ പറഞ്ഞിരിക്കുന്ന നേരത്തെ നൽകിയ മൊഴി, അതോടൊപ്പം തന്നെ അവിടുത്തെ സാഹചര്യങ്ങൾ, അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് സംഘം എത്തിയത് തെളിവെടുപ്പിൻ്റെ ഭാഗം. ഇതിൽ പോലീസിനോട് ഇയാൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇയാൾ ഈ യുവതി പലതവണയായിട്ട് ഇയാളുടെ ഒരു കുടുംബജീവിതം തകർക്കുമെന്നുള്ള രീതിയിലെല്ലാം തന്നെ ഒരു ഭീഷണിയെല്ലാം നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു കൊലപ്പെടുത്തണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ആയിരുന്നില്ല അവിടേക്ക് വന്നത്. അവിടെ അവർ നേരത്തെ ഭക്ഷണം കഴിച്ച് പിന്നീട് അവിടേക്ക് വരികയായിരുന്നു, കാറിൽ വന്നിറങ്ങുകയായിരുന്നു. ഈ സ്ഥലത്ത് ഇതിനു മുൻപും ഇവർ പലതവണ വന്നിട്ടുള്ളതായി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് അവരുടെ ഒരു മീറ്റപ്പ് പ്ലേസ് പോലെ ആയിരുന്നു. മാസത്തിൽ 2 or 3 തവണ അവർ കാണുന്നത് പതിവായിരുന്നു. ഇങ്ങനെ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടേക്ക് വരികയും എല്ലാം തന്നെ ചെയ്തത്. ഇതിനുശേഷം ഇവിടെ വെച്ച ചില കാര്യങ്ങൾ സംബന്ധിച്ച് അവർ തമ്മിലുള്ളൊരു വാക്കുതർക്കമുണ്ടായി. ഇതിനിടയിലാണ് ഈ പ്രകോപനമുണ്ടായതിനെ തുടർന്ന് ഈ തല്ലുകൂടലും കാര്യങ്ങളുമായി നീങ്ങിയപ്പോൾ അടുത്തുള്ള ആളുകൾ, തൊട്ട് അപ്പുറത്തുണ്ടായിരുന്നവർ ഇവരെ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നി. ഈ സ്ത്രീയുടെ ശബ്ദം ഉയർന്നു തുടങ്ങിയപ്പോഴേക്കും ഇയാൾ വാ പൊത്തിപ്പിടിച്ചു. പിന്നീട് അതും ഒരു പ്രകോപനമായിരുന്നു. ഫോൺ വലിച്ചെറിയുന്നു. അത് വീണ്ടും വിഷയത്തിലേക്ക് മാറുന്നു. ആ സമയത്താണ് ഇയാൾ മർദ്ദിക്കുന്നത്, അടിക്കുന്നത്. പിന്നീട് അത് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോകുന്നു. അവർ താഴെ വീഴുന്നു. ഇതിൽ മുഖത്ത് വലിയ രീതിയിൽ തന്നെ ഇടിച്ച് പരിക്കുണ്ടാക്കുന്നു. തുടർന്ന് മൃതപ്രായമാകുന്നു. അപ്പോൾ പിന്നീട് ഇയാൾ നടത്തിയ മർദ്ദനത്തിൽ ഇവർ കൊല്ലപ്പെടുകയാണ്. അതിനുശേഷമാണ് ഇവർ റെയിൽവേ ട്രാക്കിലേക്ക് ഈ ശരീരം മാറ്റുന്നത്. അതിന് മറ്റൊരു കാരണം കൂടി അയാൾ പറയുന്നുണ്ട്. കാരണം ഇവർ പലപ്പോഴായിട്ട്
ഈ ആത്മഹത്യ ചെയ്യും, ആത്മഹത്യാ ഭീഷണി അടക്കം മുഴക്കുന്ന ഒരു സ്വഭാവത്തിൽപ്പെടുന്നതാണ്. അത് ഈ ഷാജിയോട് മാത്രമല്ല, പൊതുവിൽ അവരുടെ ഒരു മാനസിക നില സംബന്ധിയായ കാര്യങ്ങളിൽ അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിലപ്പോഴെല്ലാം ഇവർ ആ രീതിയിലെല്ലാം സംസാരിക്കാറുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആനുകൂല്യം കൂടി ഈ സമയത്ത് മുതലെടുക്കാമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഇയാൾ റെയിൽവേ ട്രാക്കിലേക്ക് ഇവരുടെ ശരീരം നീക്കുന്നത്. അങ്ങനെയെങ്കിൽ ട്രെയിൻ സാധാരണ വന്നു പോകുന്ന ഒരിടമായതുകൊണ്ട് തന്നെ പിന്നീട് അതൊരു ആത്മഹത്യ എന്ന രീതിയിലേക്കെല്ലാം മാറിപ്പോകുമെന്നത് കരുതുന്നു. അവിടെയാണ് ഇതിൽ ഏറ്റവും വലിയ ടെസ്റ്റ് ഉണ്ടാകുന്നത്. കാരണം ഇയാൾ മാറ്റിയിട്ട ട്രാക്ക് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ അതായിരിക്കാമല്ലേ പ്രതി ഷാജിക്ക് പിഴച്ചത് ഡാനി. കാരണം ഇങ്ങനെ പതിവായി ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന വ്യക്തിയാണ് സുധ എന്ന് പറയുന്നുണ്ട്. ഇത് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് മുതലെടുത്തുകൊണ്ട്, അതായത് പെൺസുഹൃത്ത് ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം എവിടെയായിരിക്കും ഇയാൾക്ക് പിഴച്ചതെന്ന് അറിയണം. മാത്രമല്ല ഇത്രയധികം പ്രായവ്യത്യാസമുള്ളവർ, ഒരു 17 വയസ്സ് പ്രായവ്യത്യാസമുള്ളവർ തമ്മിൽ എങ്ങനെയാണ് ഈ സൗഹൃദത്തിലായത്? ഇരുവരും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു? പതിവായി കൊച്ചിയിലവർ എത്താറുണ്ടായിരുന്നോ? എന്തിനാണ് വൈറ്റിലിൽ ആ രാത്രിയിൽ എത്തിയത്? തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ടോം, ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നത് ഇവർ തമ്മിലുള്ള ഒരു അടുപ്പം തുടങ്ങുന്നത് ഈ സുധയുടെ അമ്മ അശ്വതി ഹൈക്കോടതി ജീവനക്കാരിയായിരുന്നു. ഇയാൾ ഷാജിയും ഹൈക്കോടതി മുൻ ജീവനക്കാരനാണ്. ഇവിടെ വെച്ച് അവർ തമ്മിലുണ്ടായ പരിചയത്തിലൂടെയാണ് സുധയെ പരിചയപ്പെടുന്നത്. അവർ വിവാഹമോചനം നേടിയ ഒരു സ്ത്രീയാണ് സുധ. പിന്നീട് ഇവരുടെ ഒരു കുടുംബകാര്യങ്ങളിലടക്കം ഉള്ള ഒരു ഇടപെടലിലേക്ക് വന്നു. ഇവർ തമ്മിൽ ഒരു അടുപ്പം അത് വളരുകയും ചെയ്തു. തുടർന്ന് ഇവർ തമ്മിൽ ഒരു സൗഹൃദത്തിലാവുകയും അത് തുടർന്നു കൊണ്ടുപോവുകയും എല്ലാം തന്നെ ചെയ്തു. ഇതിനിടയിൽ ഇവർ പലതവണ കാണുകയും 2-3 തവണ മാസത്തിൽ കാണാറുണ്ടായിരുന്നു എന്നതാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇവർക്ക് പോയി സംസാരിച്ചിരിക്കാവുന്ന, അല്ലെങ്കിൽ അവർക്ക് സമയം ചെലവഴിക്കാവുന്ന ഇടങ്ങളുണ്ടായിരുന്നു നഗരത്തിൽ. അതിലൊന്നായിരുന്നു ഈ വൈറ്റില റെയിൽവേ ട്രാക്കിന് സമീപമുള്ള സ്ഥലമെന്നാണ് പറയുന്നത്. പലപ്പോഴും അവരവിടെ വന്ന് സംസാരിച്ചിരിക്കാറുണ്ടായിരുന്നു എന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ചില ഈ ബന്ധങ്ങളാണ് പിന്നീട് വലിയ സംസാരത്തിലേക്ക് വരുന്നു. കുടുംബം തകരും എന്ന രീതിയിലേക്കെല്ലാം തന്നെ ഷാജിയുടെ കാര്യത്തിൽ വരുന്നു. ഷാജിയുടെ കുടുംബത്തിന് ഈ ഒരു ബന്ധം ഭീഷണിയാവുന്നു എന്നൊരു തോന്നലിലേക്കും ഷാജി എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം അസ്വാരസ്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് ഇയാൾ സംസാരിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നത്. പിന്നീട് അത് ഭക്ഷണശേഷം സംസാരിച്ച ഈ റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് പോകുന്നു. അവിടെ വെച്ചാണ് പിന്നീട് ഈ സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഇവിടെ ഇതിൽ പിടിക്കപ്പെടുന്നു എന്ന രീതിയിലേക്ക് വരുന്നത് ഈ മൃതദേഹം അത് ട്രെയിൻ കയറാതെ പോകുന്നതിനിടയിലാണ്. സമീപത്ത് കൂടി പോയ റെയിൽവേ ഒരു ജീവനക്കാരനാണ്, ട്രെയിനിലെ ജീവനക്കാരനാണ് ഈ വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നത്. അതിനുശേഷമാണ് പോലീസ് ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് പോലെ വളരെ പെട്ടെന്ന് പോലീസ് ഒരു നടപടികളിലേക്കെല്ലാം എത്തുന്നു. അതിനാവശ്യമായ ഒരു തെളിവുകളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇവർ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ആ മൊബൈൽ ഫോൺ സ്ക്രീൻ ലോക്ക് ആയിരുന്നുവെങ്കിലും അതിൻ്റെ സിം മറ്റൊരു ഫോണിലേക്ക് മാറ്റിയത് ആരെയാണ് അവസാനം വിളിച്ചതെന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് വരാനായിട്ട് സാധിച്ചു. വളരെ പെട്ടെന്ന് ഇവരാരാണെന്ന് കണ്ടെത്താൻ സാധിച്ചു. CCTV ദൃശ്യങ്ങളിൽ ആരാണ് ഇവിടേക്ക് ഒപ്പം ഉണ്ടായിരുന്നതെന്ന് കണ്ടെത്തി. അങ്ങനെ വളരെ എളുപ്പം ഈ പ്രതിയിലേക്ക് ചെന്നു. ഷാജി കുറ്റം നിഷേധിക്കുന്നില്ല, അയാൾ സമ്മതിക്കുകയും ചെയ്യുന്നു. ഇന്ന് തെളിവെടുപ്പിനെ കൊണ്ടുവരുമ്പോഴെല്ലാം അക്ഷോഭ്യനായി നിന്നുകൊണ്ട് തന്നെ അയാൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് കൃത്യം നടത്തിയതെന്നും ഇത് സംഭവിച്ചു പോയതാണ് എന്നതാണ് പോലീസിനോട് അയാൾ ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. കരുതിക്കൂട്ടി അന്ന് വിളിച്ചു വരുത്തി കൊല ചെയ്തതല്ല. ഈ സംസാരം പ്രകോപനമായപ്പോൾ അത് മർദ്ദനത്തിലേക്ക് നീങ്ങുന്നു. പിന്നീട് അത് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു. ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതിന് തുടർച്ചയായി ഇടിക്കുന്നു. ഇങ്ങനെയാണ് അവർക്ക് വലിയ രീതിയിൽ ഗുരുതരമായ മുറിവുകളും കാര്യങ്ങളും ഉണ്ടായി അവർ മരണപ്പെടുന്നത്. മരണപ്പെട്ടതിന് ശേഷമാണ് പിന്നീട് അതൊരു ആത്മഹത്യയാക്കി മാറ്റാൻ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊലപാതകത്തിന്റെ കാരണം ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തെളിവെടുപ്പ് പൂർത്തിയായല്ലോ. ഇനി എന്തായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി? തെളിവുകൾ പൂർണ്ണമായി ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തെളിവുകൾ പൂർണ്ണമായും ശേഖരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് ഇയാൾ ഈ കുറ്റസമ്മത മൊഴിയുണ്ട്. അതോടൊപ്പം തന്നെ ഇയാൾ ചെയ്ത കാര്യങ്ങളെല്ലാം വളരെ വിശദീകരിച്ച് പോലീസിനോട് പറഞ്ഞു. മറ്റായുധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നത് പോലീസിനോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പോലീസ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നു.
ആവശ്യമെങ്കിൽ വീണ്ടും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാം എന്ന രീതിയിലാണ് പോലീസുള്ളത്. നിലവിൽ ഇപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യമില്ല എന്ന് പോലീസ് തന്നെ പറയുന്നു. തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. നിലവിൽ ലഭ്യമായ തെളിവുകൾ ഇതിന് ഇയാളുടെ മൊഴിക്ക് അനുസൃതമായ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിലവിൽ ഈ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യപ്പെടുകയുമാണ് ഒരു നടപടി എന്ന രീതിയിൽ ഉണ്ടാവുക. അത് ഇന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യും. വ്യക്തമാണ്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോട്ടയം സ്വദേശിനി സുധയുടേത് ആസൂത്രിത കൊലപാതകമല്ല എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പെട്ടെന്നുള്ള പ്രകോപനമാണ്, വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കണ്ടെത്തൽ. കൊല്ലം തൃക്കടവൂരിൽ ഗണഗീതം പാടിയതിനെതിരെ പരാതി നൽകിയ ഡിവൈഎഫ്ഐ നേതാവിൻ്റെ വീടിന് നേരെ ആക്രമണം. പരാതി നൽകിയ ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അനന്തുവിൻ്റെ വീടിന് നേരെയായിരുന്നു ആക്രമണം. കല്ലേറിൽ ജനാല തകർന്നു. ഇരുചക്ര വാഹനങ്ങളും ചെടിച്ചട്ടികളും തകർത്തു. ആക്രമണത്തിന് പിന്നിൽ RSS പ്രവർത്തകരെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഒരു പരാതി നൽകിയതിൻ്റെ പേരിൽ വീട് കയറിയുള്ള ആക്രമണം, ഇത് ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് RSS എന്ന് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നുണ്ട്. പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തൃക്കടവൂർ ഡിവൈഎഫ്ഐ നേതാവിൻ്റെ വീടിന് നേരെ അക്രമം നടത്തുകയായിരുന്നു. തൃക്കടവൂർ ഡിവൈഎഫ്ഐ ഈസ്റ്റ് മേഖല കമ്മിറ്റി അനന്തുവിൻ്റെ വീടിന് നേരെയാണ് അക്രമം ഉണ്ടായത്. കല്ലേറിൽ വീടിൻ്റെ ജനച്ചില്ലുകൾ തകരുകയും കസേരയടക്കം തകരാറുകൾ സംഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ അഞ്ചാലുമൂട് പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും വിശദമായി പരിശോധന നടത്തുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ അക്രമത്തിന് പിന്നിൽ RSS പ്രവർത്തകരെന്നാണ് അനന്തു ആരോപിക്കുന്നത്. അനന്തുവിൻ്റെ പരാതിയിൽ പറയുന്നുണ്ട്. കാരണം അനന്തുവിൻ്റെ വീട്ടിൽ മുത്തശ്ശിയും അമ്മയും അനന്തുവും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഈ സമയത്താണ് പുലർച്ചെ അക്രമം നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ കേസിന് ആധാരമായ സംഭവം ചൂണ്ടിക്കാട്ടുന്നത് 2 ദിവസം മുൻപ് തൃക്കടവൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നിരുന്നു. 6ാം ഉത്സവ നാളിൽ അവിടെ ഗാനമേള നടത്തപ്പെട്ടു. ഈ ഗാനമേളയിൽ ഗണഗീതം പാടുകയും ചെയ്തു. ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഗണഗീതം പാടിയ സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പരാതി നൽകി. ഈ പരാതിയിന്മേലുള്ള ഒരു വിരോധമാണ് ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് അനന്തുവിൻ്റെ ആരോപണം. സംഭവത്തിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ ഗണഗീതവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉത്തരവ് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷം ഈ സമാനമായ കേസുകൾ ഉണ്ടായിട്ടുണ്ട് ജില്ലയിൽ തന്നെ. ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ട് കടയ്ക്കൽ ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ കോട്ടുക്കൽ ക്ഷേത്രത്തിലെല്ലാം ഇത്തരത്തിലുള്ള സമാനമായ രീതിയിൽ ഗണഗീതം പാടിയതായി. കോട്ടുക്കൽ ക്ഷേത്രത്തിൽ അലോഷി വിപ്ലവഗാനം ആലപിച്ചു. കടക്കൽ ക്ഷേത്രത്തിൽ അലോഷി വിപ്ലവഗാനം ആലപിച്ചു. ഈ കോട്ടുക്കൽ ക്ഷേത്രത്തിൽ ഗണഗീതം പാടി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോടതി ഉത്തരവ് തന്നെ, ഇത്തരം ഗാനങ്ങൾ ആലപിക്കരുത് എന്നുള്ള കോടതി ഉത്തരവ് തന്നെ നിലനിൽക്കെയാണ് ഈ ക്ഷേത്രത്തിൽ വീണ്ടും ഗണഗീതം ആലപിച്ചിരിക്കുന്നത്. ഇത് ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിന്മേലുള്ള ഒരു വിരോധമാണ് ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് അനന്തുവിൽ നിന്നും അറിയാൻ കഴിയുന്നത്. പോലീസ് കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നൊരു സ്ഥലമാണോ ഡിവൈഎഫ്ഐ അല്ലെങ്കിൽ CPM RSS ഒരു സംഘർഷം നിലനിൽക്കുന്ന സ്ഥലമാണോ ഇത്? സംഭവത്തിന് പിന്നാലെ പോലീസ് എത്രത്തോളം ജാഗ്രതയിലാണ്? വീണ്ടും ഒരു അക്രമ സംഭവങ്ങൾക്ക് സാധ്യതയുണ്ടോ അവിടെ? പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് നമുക്കറിയുന്നത് കേട്ടോ. എന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ആരെയും ഇതുവരെ പോലീസ് പിടികൂടിയിട്ടില്ല. പോലീസ് കൃത്യമായ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. സമീപത്തുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആളുകളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംഘർഷം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വലിയ രാഷ്ട്രീയ ലഹള തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമുണ്ട്. ഇങ്ങനെയൊന്നും പ്രശ്നങ്ങളിലേക്ക് നീങ്ങാതിരിക്കാൻ പോലീസ് അതിവിദഗ്ധമായിട്ടാണ് അന്വേഷിക്കുന്നത്. രഹസ്യ വിഭാഗമടക്കം പരിശോധനകൾ നടന്നു വരുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെതായ റിപ്പോർട്ടുകളെല്ലാം തന്നെ കൃത്യമായി വരുന്നുണ്ട്. പക്ഷേ പോലീസിൻ്റെ അന്വേഷണം കൃത്യമാണ്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പരാതിയിന്മേലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതുവരെയും ആരും പിടിയിലായിട്ടില്ല. അറസ്റ്റിലേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഈ പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇത് RSS പ്രവർത്തകരെന്ന് പറയുന്നുണ്ട്. ആരാണ് വീട് കയറി ആക്രമണം നടത്തിയതെന്ന കാര്യത്തിൽ അനന്തുവിന് വ്യക്തതയുണ്ടോ?
അനന്തുവിന്റെ മൊഴി അഞ്ചാലമൂട് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനന്തുവിന് സംശയം തോന്നുന്ന കുറച്ച് പേരുടെ പേരുകളെല്ലാം തന്നെ ഈ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നു എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ നിർണായകമാണ്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ഈ ഒരു കൃത്യം നടക്കുന്നത്, വീടിന് നേരെ ആക്രമണം നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതുവഴി കടന്നുപോയിട്ടുള്ള വാഹനങ്ങൾ, അതുപോലെ തന്നെ ആൾക്കാർ, ഇവരുടെ എല്ലാം ലിസ്റ്റ് കൃത്യമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക. എന്തായാലും നിലവിൽ ഇത് കുറച്ച് അന്വേഷണം കുറച്ച് പോലീസ് കാര്യമായി എടുക്കേണ്ട, ഒരു ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. കാരണം കൃത്യമായ തെളിവുകളാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും വേണ്ടത്. എന്തായാലും ഈ അനന്തുവിൻ്റെ ആരോപണം ഈ RSS BJP ബന്ധമുള്ളവർ തന്നെയാണ് തൻ്റെ വീടിന് നേരെ അക്രമം നടത്തിയതെന്നാണ്. ഇത് സമാനമായ സംഭവവും ആനന്ദ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗണഗീതം പാടിയതുമായി ബന്ധപ്പെട്ട് താൻ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ഇതിൻ്റെ ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ഈ അന്ന് ഉത്സവം നടന്ന ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ആൾക്കാരുടെ മൊഴിയെല്ലാം പോലീസ് രേഖപ്പെടുത്തി വരുന്നുണ്ട്. എന്തായാലും എന്താണ് ഇതൊരു രാഷ്ട്രീയ, സൂചിപ്പിച്ചതുപോലെ വലിയൊരു രാഷ്ട്രീയ കലഹത്തിലേക്ക് ഇത് നീങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള പോലീസ് വലിയ രീതിയിൽ ജാഗ്രത പുലർത്തുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ്. വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എറണാകുളം മറൈൻ ഡ്രൈവിൽ കായലിൽ കണ്ടെത്തിയ നവജാത ശിശുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത തുടരുന്നു. പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. ആ വാർത്തയിലേക്ക് എത്താം, ഇടവേള. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. എറണാകുളം മറൈൻ ഡ്രൈവിൽ കായലിൽ കണ്ടെത്തിയ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതാണോ? ആരാണതിന് ഉത്തരവാദികൾ? ഇത് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. മാസം തികയാതെ ജനിച്ച കുഞ്ഞെന്നാണ് പ്രാഥമിക നിഗമനം. 1 ദിവസം പഴക്കമുള്ള മൃതദേഹത്തിൻ്റെ തലയുടെ പിന്നിൽ മുറിവുണ്ട്. സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് മൃതദേഹം കണ്ടെത്തിയത്, കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. 1 ദിവസത്തെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. ഈ കുഞ്ഞിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? സമീപത്തെ ഫ്ലാറ്റുകളും പരിസര പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടല്ലോ. എന്തെങ്കിലും സൂചനകളുണ്ടോ? ടോം, ഈ സംഭവത്തിൽ ഇതുവരെ ഒരു വ്യക്തമായ സൂചനകളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കുട്ടിയുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയുള്ള ഒരു അനുമാനം, അതായത് പരിശോധിച്ചതിൽ നിന്ന്, ഡോക്ടർമാരടക്കമുള്ളവർ പരിശോധിച്ചതിൽ നിന്ന് മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞാണ് എന്നാണ് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 1 ദിവസത്തെ പ്രായമാണ് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിന് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ പോലീസിനും ഇത് അന്വേഷണം നടത്തി വരികയാണ്, സമീപത്തെ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച്. അതോടൊപ്പം തന്നെ ഇത് മറൈൻ ഡ്രൈവിൻ്റെ ഒരു കായൽ തീരമാണ്. വിവിധ മേഖല നമുക്ക് മറൈൻ ഡ്രൈവിൽ ചെന്ന് നിന്നാൽ അറിയാൻ കഴിയും. അതിനപ്പുറത്തേക്ക് ഒരു വിശാലമായ ഒരു ഭാഗങ്ങൾ തന്നെയുണ്ട്. മുളവുകാടും ബോൾഗാട്ടിയും പൊന്നിക്കരയും ഉൾപ്പെടുന്ന എല്ലാം തന്നെ ഒരു വിസ്തൃതമായൊരു പ്രദേശം അതിന് മുന്നിലുണ്ട്. അപ്പോൾ ഒരു കായലിലൂടെ വന്നതാവാനുള്ള ഒരു സാധ്യതയും എല്ലാ സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് സമീപത്തെ ആശുപത്രികളിലെല്ലാം തന്നെ ഈ ഏതെങ്കിലും രീതിയിലുള്ള കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ളൊരു കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും വളരെ ഒരു ഗുരുതര സ്വഭാവത്തോടു കൂടി തന്നെയാണ് പോലീസ് ഈ കേസിനെ സമീപിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇതിനു മുൻപ് കൊച്ചിയിൽ സമാനമായൊരു സംഭവം, ഇതുപോലുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഫ്ലാറ്റിൽ നിന്ന് ഒരു നവജാത ശിശുവിനെ എറിഞ്ഞ് കൊലപ്പെടുത്തിയൊരു കേസുമായി ഇത് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. വലിയ രീതിയിലേക്കൊരു ചർച്ച ചെയ്യപ്പെട്ടൊരു കേസുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് അന്വേഷണങ്ങൾ നടത്തുന്നത്. ഫ്ലാറ്റുകൾ, അതോ സമീപത്തുള്ള കായൽ മേഖലയിലെ ഫ്ലാറ്റുകളും അതോടൊപ്പം തന്നെയുള്ള ഈ മേഖലയൊരു സംശയം പോലീസിനുണ്ടോ? ഡാനി സൂചിപ്പിച്ചതുപോലെ കൊച്ചിയെ നടുക്കിയൊരു വാർത്തയായിരുന്നു. സ്വന്തം അമ്മ തന്നെയാണ് ആ കുഞ്ഞിനെ ഫ്ലാറ്റിൽ നിന്നും എറിഞ്ഞ്, ഒരു നവജാത ശിശുവിനെ പ്രസവത്തിന് തൊട്ട് പിന്നാലെ എറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ആ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ ഒരു വശത്ത് നീങ്ങുന്നുണ്ട്. ഈ മറൈൻ ഡ്രൈവിൽ കണ്ടെത്തിയ കുഞ്ഞിനെ, കായലിൽ കണ്ടെത്തിയ കുഞ്ഞിനെ ഒരുപക്ഷെ എറിഞ്ഞ് കൊലപ്പെടുത്തിയതായിരിക്കുമോ? പോലീസിൻ്റെ ഒരു നിഗമനം എന്താണ്? പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ.
ടോം, അത് പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രം ഇതിൻ്റെ ഒരു മരണകാരണം, ഈ കുഞ്ഞിൻ്റെ മരണകാരണം കാര്യങ്ങളും എല്ലാം തന്നെ അറിയും. മാസം തികയാതെ പ്രസവിച്ചത് കൊണ്ട് തന്നെ ജീവനുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അത് പോലീസ് അത് തന്നെയാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ കഴിയൂ. പക്ഷേ എല്ലാ സാധ്യതകളും പരിശോധിക്കുകയാണ് പോലീസ്. കാരണം നേരത്തെ നമ്മൾ ഉദാഹരണമായി പറഞ്ഞ സംഭവത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും രീതിയിലൊരു കൃത്യം നടന്നിട്ടുണ്ടാകുമോ, അതും ഒരു ചോദ്യമാണ്. അതുകൊണ്ട് പോലീസിൻ്റെ ഒരു വഴികളിൽ പോലീസ് എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ടാണ് ഈ കേസിനെ സമീപിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ആശുപത്രികളിലടക്കമുള്ള ഇടങ്ങളിൽ ഒരു പരിശോധന നടത്തുന്നത്. ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ചികിത്സകളോ കാര്യങ്ങളോ നടന്നിട്ടുണ്ടോ അസ്വാഭാവികമായി എന്നതെല്ലാം പോലീസ് പരിശോധിക്കുന്നത്. അത്തരം കേസ് റിപ്പോർട്ടുകളും പരിശോധിച്ച് പോരുകയാണ്. എന്തായാലും ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെയായിരിക്കും. മരണകാരണം എങ്ങനെയാണ്, എന്താണ് എന്നത് സംബന്ധിച്ച് വ്യക്തത അതിലൂടെ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ കൂടുതൽ അന്വേഷണത്തിലേക്കെല്ലാം തന്നെ പോകേണ്ടി വരും. നിലവിൽ പോലീസ് വളരെ ഗുരുതര സ്വഭാവത്തോടുകൂടി തന്നെയാണ്, അതീവ ഗൗരവമായി തന്നെയാണ് ഈ കേസിനെ സമീപിക്കുന്നതും അന്വേഷണം കൊണ്ടുപോകുന്നതും. എറണാകുളം സെൻട്രൽ പോലീസാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം തുടരുന്നത്. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. നവജാത ശിശുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എറണാകുളം സെൻട്രൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം കായലിലേക്ക് വലിച്ചെറിഞ്ഞതാണോ, അങ്ങനെയെങ്കിൽ അത് ബന്ധുക്കൾ തന്നെയാകാം, കുഞ്ഞിന് ജന്മം നൽകിയവർ തന്നെയാകാം. കാരണം അതാണ് സമീപകാലത്തെ പല സംഭവങ്ങളും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഇത് കൊച്ചിയിൽ മാത്രമല്ല, കൊച്ചിയിലും ആലപ്പുഴയിലും സമാനമായ സംഭവം ഉണ്ടായതാണ്. ഒരു വഴിവിട്ട ബന്ധത്തെ തുടർന്ന് ഉണ്ടായ 2 കുഞ്ഞുങ്ങളെ സ്വന്തം അമ്മമാർ തന്നെയാണ് കൊലപ്പെടുത്തിയത്. സമാനമായ രീതിയിൽ തന്നെയാണ് പോലീസ് ഈ കേസും അന്വേഷിക്കുന്നത്. കാസർഗോഡ് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും നിരന്തര മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നതായി തെളിയിക്കുന്ന ഓഡിയോ സന്ദേശം പുറത്ത്. ജസീല സുഹൃത്തിനയച്ച സന്ദേശത്തിലാണ് നിർണായക വിവരങ്ങളുള്ളത്. പലതവണ ജീവനെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും മക്കളെ ഓർത്താണ് പിടിച്ചതെന്നും സന്ദേശത്തിൽ പറയുന്നു. മോഷണ കുറ്റാരോപണം കൂടി വന്നതോടെ ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്നും ജസീല സുഹൃത്തിനയച്ച സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ഇനി പിടിച്ചേക്കാൻ പറ്റുന്നില്ല. എനിക്ക് എത്ര തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു അറിയോ. സഹിക്കാൻ ഓൻ്റെ ഇടങ്ങേറ് സഹിക്കാൻ പറ്റാത്തോണ്ട്. പക്ഷെ മക്കളെ ഒത്തിരി പിടിച്ചെന്ന്. ഇതിപ്പോ എല്ലാം കൂടി ഒരുമിച്ചാ വന്നത്. എന്താ ചെയ്യണമെന്ന് അറിയുന്നില്ല. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ ആത്മഹത്യക്ക് തൊട്ടു മുൻപ് ഒരു വീഡിയോ സന്ദേശ സമൂഹ മാധ്യമങ്ങളിൽ ജസീല പങ്കുവച്ചിരുന്നു. അതിലും ഭർത്താവിനും ഭർത്തൃമാതാവിനും പോലീസുകാർക്കും എതിരെ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചതാണ്. ഇപ്പോൾ മരിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിലും ഭർത്താവിനെതിരെയാണ് ആരോപണം. ഭർത്താവ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചിരുന്നു, മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന സന്ദേശം. അതായത് മോഷണ കുറ്റാരോപണം മാത്രമല്ല, അതിനപ്പുറം ചില പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ കൂടി ജസീലയെ അലട്ടിയിരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ടോമി, അങ്ങനെ തന്നെയാണ്. കാരണം ഈ വീഡിയോ ചിത്രീകരിച്ചതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പോലീസിനെതിരെ അതിൽ ഗൗരവമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറം തന്റെ സുഹൃത്തിന് കരഞ്ഞുകൊണ്ട് ജസീല അയച്ച ഓഡിയോ സന്ദേശം നമ്മളിപ്പോൾ പ്ലേ ചെയ്ത ആ ഓഡിയോ സന്ദേശത്തിൽ കൃത്യമായി ജസീല പറയുന്നുണ്ട്, നേരത്തെയും ഇത്തരത്തിൽ നിരവധി തവണ ജീവനൊടുക്കാൻ ശ്രമിച്ചു. ഭർത്താവിന്റെ ഭാഗത്ത് നിന്നും വലിയ തോതിൽ മാനസിക പീഡനം ഉണ്ടാകുന്നു. അത് മാത്രമല്ല, തന്റെ 2 കുഞ്ഞു മക്കളെ ഓർത്താണ് ഇങ്ങനെ ആത്മഹത്യ അല്ലെങ്കിൽ ജീവനൊടുക്കാത്ത അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നതെന്ന് കാര്യം പറയുന്നു. ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അതായത് ഈ മോഷണ കുറ്റം കൂടി ഇവരുടെ തലയിലേക്ക് വന്നപ്പോൾ ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ആ സന്ദേശത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. അതായത് ഈ ആൺസുഹൃത്തിന്റെ രക്ഷിതാക്കൾ ഇവരാണ് പരാതി കൊടുത്തിരുന്നത് 9.5 പവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. മാത്രമല്ല, ഭർത്താവിന്റെ വീട്ടുകാരും അതുപോലെ തന്നെ ഈ പരാതി നൽകിയവരും ഈ സ്വന്തം വീട്ടിൽ നാലത്തടുക്കുള്ള ജസീലയുടെ സ്വന്തം വീട്ടിൽ വന്ന് വലിയ ബഹളം ഉണ്ടാക്കിയതായും ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ വലിയ മാനസിക സംഘർഷത്തിലേക്ക് ജസീലയെ തള്ളിവിടുകയായിരുന്നു. അങ്ങനെയാണ് ജസീല ജീവനെടുക്കാൻ ശ്രമിച്ചതെന്ന് ഇതിൽ വ്യക്തമാണ്. പക്ഷേ അപ്പോഴും ഉയരുന്ന ചോദ്യം, ഇപ്പോഴും ഇത് ഈ കേസിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്.
എന്തുകൊണ്ട് ജസീല ഇത്രത്തോളം കൃത്യമായ തെളിവുകൾ നൽകുന്നു? ഓഡിയോ സന്ദേശം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. എന്നിട്ടും ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഏതെങ്കിലും തരത്തിൽ ചുമത്തിയതോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കണ്ടെത്തലിലേക്ക് പോലീസിന് ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല. അതായത് ഒരാഴ്ചയാകുന്നു ജസീല ജീവനൊടുക്കിയിട്ട്, പക്ഷേ ഈ കേസിൽ ഇതുവരെ ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ ആൺ സുഹൃത്തിനെയും കുടുംബത്തെയും ചോദ്യം ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ വിജയനഗർ പോലീസിൽ നേരിട്ട് നമ്മളെത്തിയപ്പോഴും അങ്ങനെ ഒരു ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് പോലീസ് കാണാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ കേസിൽ കൃത്യമായ അന്വേഷണം വളരെ വേഗത്തിൽ നടക്കാമെന്ന ചോദ്യമാണ് ഇപ്പോൾ കുടുംബം ചോദിക്കുന്നത്. ഈ സഹോദരൻ പരാതി നൽകിയിട്ടുണ്ട്. ഈ ജസീലയുടെ ഉമ്മ വലിയ തോതിലുള്ള ആരോപണം, ഗുരുതരമായ ആരോപണം പോലീസിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. ജസീല തന്നെ മരണമൊഴിയായി കണക്കാക്കാവുന്ന തരത്തിൽ മരിക്കുന്നതിന് തൊട്ടു മുൻപ് ചിത്രീകരിച്ച ആ വീഡിയോയിലും വലിയ തോതിൽ പോലീസിനെതിരെ, ആദൂർ പോലീസിനെതിരെ താൻ പരാതി നൽകാൻ പോയപ്പോൾ അത് സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. മാത്രമല്ല, നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ പുരുഷ പോലീസ് ഇല്ലാതെ, വനിതാ പോലീസിന്റെ ഇല്ലാതെ പുരുഷ പോലീസ് മാത്രം തന്നെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്ന സാഹചര്യം, ഇതെല്ലാം തന്നെ മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിടുന്ന സാഹചര്യമുണ്ട്. ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ആ വാക്ക് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. എന്നാലും ഈ കേസിൽ ഇതുവരെ ഏതെങ്കിലും തരത്തിൽ ഈ ജസീലയുടെ ജീവനെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കുടുംബം വലിയ പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് പോലീസ് ഇതിൽ നടപടിയെടുക്കാത്തത്? ഏറ്റവും പുതുതായി ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഈ കേസിൽ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. ആ വീഡിയോ ആധാരമാക്കിയാണ് തീർച്ചയായും ബൈജോദാണ്. കാരണം മനുഷ്യാവകാശ കമ്മീഷൻ ഇന്നലെ സംഭവത്തില് കേസെടുത്തതാണ്. പ്രത്യേകിച്ചും പോലീസ് പോലും സംശയനിഴലിനായിട്ടുള്ള ആരോപണ വിധേയനായിട്ടുള്ളൊരു കേസാണ്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ജസീലയെ കുറെ വേട്ടയാടി കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമിച്ചു, പോലീസ് തൻ്റെ ഭാഗം കേട്ടില്ല എന്നൊക്കെ ജസീൽ ആരോപണം ഉന്നയിച്ചതാണ്. അവിടെ എന്തുകൊണ്ടാണ് നീതി ഇത്രയധികം നിഷേധിക്കപ്പെടുന്നത്? കാരണം ഒരു യുവതിയുടെ ആത്മഹത്യയാണ്. കൃത്യമായ വിവരങ്ങൾ അവർ പറയുന്നുണ്ട്. ഭർത്താവിനെതിരെ, തന്നെ വേട്ടയാടിയവർക്കെതിരെ പേരുൾപ്പെടെ പരാമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അവർക്കെതിരെ പോലീസ് ഇതുവരെയും കേസെടുക്കാത്തത്? നിയമ വിദഗ്ധർ ആദൂർ പോലീസ്, നമുക്കറിയാതെ കേരള കർണാടക അതിർത്തിയോട് പങ്കെടുത്ത ഒരു പ്രദേശമാണ്. ഒരാൾ തനിക്ക് ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അത്രത്തോളം വലിയ മാനസിക സംഘർഷത്തിലാണെന്ന് പറഞ്ഞ ഒരു ദൃശ്യം പുറത്തു വന്നപ്പോഴാണ് ആ പോലീസ് സ്റ്റേഷന്റെ കഥ അറിയുന്നത്. ഇങ്ങനെ എത്ര കേസുകൾ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടാകാം, എത്ര ജസീലമാരെ ഇത്തരത്തിൽ ഇവർ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും എന്നത് ഏറ്റവും പ്രധാനമാണ്. അത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ ഉത്തരവിൽ പറയുന്നത്. മാത്രമല്ല, അടുത്ത സിറ്റിംഗിൽ, മാർച്ചിൽ നടക്കുന്ന സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കാനും മനുഷ്യാവകാശ കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷൻ ഇത്രത്തോളം ശക്തമായ നടപടികളുമായി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ഈ വീഡിയോ മാത്രം ആസ്പദമാക്കി, ഈ വാർത്തകളും ആസ്പദമാക്കി മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് കുടുംബം ചോദിക്കുന്നത്. അത് ഏറ്റവും പ്രധാനം. ഈ ഭർത്താവ് ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. ഭർത്താവിനെതിരെ ഗുരുതര ആരോപണമുണ്ട്. ഇത്തരത്തിൽ സുഹൃത്തുക്കൾക്ക് അയച്ച നിരവധി സന്ദേശങ്ങളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊരു സന്ദേശമാണ് നമുക്ക് ലഭിച്ചത്, ഇവർ പങ്കുവച്ചത്. ആ സന്ദേശമാണ് വളരെ വിഷമത്തോടു കൂടി കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ തനിക്കിനി ഒരു വഴിയുമില്ല എന്ന തരത്തിൽ അവർ പറയുന്നത്. അതിന് പിന്നാലെ അവർ തന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നു. ആ വീഡിയോ ഒരു മരണമൊഴിയായി കണക്കാക്കുന്ന തരത്തിലുള്ള വീഡിയോ. ആ വീഡിയോയിൽ മേൽ ഒരു നടപടി ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ഇവർ ആശുപത്രിയിൽ അത്യാസന്ന നിലയിൽ കഴിഞ്ഞ സമയത്ത് മജിസ്ട്രേറ്റ് എത്തിയിരുന്നു. മജിസ്ട്രേറ്റിന് മുൻപിൽ ഇവർ നിർണായകമായ മൊഴി ഇത് സംബന്ധിച്ച് നൽകിയിരുന്നു. എന്നിട്ടും ഈ കാര്യത്തിൽ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇന്ന് ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. അല്പസമയം മുമ്പാണ് വിദ്യാനഗർ പോലീസിൽ നേരിട്ട് നമ്മൾ പോയി അന്വേഷിച്ചത്. പക്ഷേ ഇതുവരെ ഈ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അത്തരം കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ അസ്വാഭാവിക മരണത്തിൽ കേസെടുത്തതല്ലാതെ ഒരു ഇഞ്ച് ഈ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. ഒരുപാട് തെളിവുകൾ ഇതിൽ ഉണ്ട്. ഈ മാല ആരാണ് മോഷ്ടിച്ചതെന്ന് സംബന്ധിച്ച് ഇതുവരെ കണ്ടെത്താൻ ആദൂർ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഒരു മാസത്തോളം മുമ്പുള്ള ഒരു പരാതിയാണ് മാലമോഷണം. ആ മാലമോഷണം ജസീലേക്ക് മാത്രം ഒതുക്കാൻ ശ്രമിച്ചു. പിന്നീട് ആ മാല ആരാണ് മോഷ്ടിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞിട്ടും ഇതുവരെ ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്തിട്ടില്ല. ആൺ സുഹൃത്തിന്റെ രക്ഷിതാക്കളെ, മാതാപിതാക്കളെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ നിലവിൽ 30ഓളം പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് ഈ അവസാനമായി ജസീലയെ ചികിത്സിച്ച ഡോക്ടർ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, ജസീലയുടെ ബന്ധുക്കൾ, ഇവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിർണായകമാവുക
ഭർത്താവിനെ ചോദ്യം ചെയ്യുന്നതും അതുപോലെ തന്നെ ആൺ സുഹൃത്തിനെയും അവരുടെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യുന്നതായിരിക്കും. കാരണം ഈ മാതാപിതാക്കളാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. 9.5 പവൻ സ്വർണം ജസീല മോഷ്ടിച്ചു എന്ന തരത്തിൽ പരാതി നൽകിയ മാതാപിതാക്കളാണ്. അതിന്റെ സത്യാവസ്ഥ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഈ മാല ആരാണ് മോഷ്ടിച്ചത്, ഇനി ജസീലയുടെ തലയിൽ ഇത്തരത്തിലുള്ള ഒരു കുറ്റം എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തത്, അത്തരം കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അതോടൊപ്പം ജസീലയ്ക്കെതിരെ വലിയ തോതിൽ അപവാദ പ്രചരണം ഈ നാട്ടിൽ നടത്തിയിരുന്നു. അത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഉണ്ടായിരുന്നു. അത്തരം ആളുകളെ കൂടി പുറത്തു കൊണ്ടുവരണം തന്നെയാണ് കുടുംബം തുടക്കത്തിൽ തന്നെ ആരോപിച്ചത്. ഏതായാലും ഈ സംഭവം ജസീല ജീവനൊടുക്കിയ സമയം ന്യൂസ് 18 ആണ്, അതും ഈ നമ്മുടെ പോലീസ് പെട്രോൾ പരിപാടിയിലാണ് ആദ്യം പുറത്തു കൊണ്ടുവരുന്നത്. പിന്നീട് നിരന്തരം എല്ലാ മാധ്യമങ്ങളും ഈ വിഷയം ഏറ്റെടുക്കുകയും വലിയ വാർത്തയാകുകയും ചെയ്തിട്ടും എപ്പോഴും ഈ കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നാണ് ബന്ധുക്കളുടെ സ്വന്തം മാതാവിന്റെ ഉൾപ്പെടെയുള്ള പരാതി ഉയരുന്നത്. എന്തായാലും യൂത്ത് ലീഗ് ഉൾപ്പെടെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. യൂത്ത് ലീഗ് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തി ജസീലയ്ക്ക് നീതി ലഭിക്കണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ സംഘടനകൾ രംഗത്ത് വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഇനി പോലീസിന്റെ നീക്കങ്ങൾ എന്താണ്, ഇതിൽ പോലീസ് ഇനി ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക, കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇനി പോലീസിന്റെ നീക്കങ്ങൾ എന്നത് ഏറ്റവും പ്രധാനമാണ്. ലാൽ സുഹൃത്തിനെ ചോദ്യം ചെയ്യുകയും അതോടൊപ്പം പരാതി നൽകിയ ഈ ആളുകളെ ചോദ്യം ചെയ്യുകയും ഈ മാല മോഷ്ടിച്ച് ആരാണെന്ന് കണ്ടെത്തുകയും വളരെ പ്രധാനമാണ്. എന്തായാലും നിരപരാധിയായ ഒരാൾ വ്യക്തമാണ്. ഈ കേസുമായി ജസീലയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് 30ഓളം പേരെ ഇതുവരെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, ചികിത്സിച്ച ഡോക്ടർ ഉൾപ്പെടെയുള്ളവരെ. അതിനിടെയാണ് ജസീലയുടെ ഓഡിയോ സന്ദേശം കൂടി പുറത്തു വരുന്നത്. ഇതിൽ ഭർത്താവിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കോയിൽക്കാവ് സ്വദേശിനി ശ്രീനന്ദയാണ് മരിച്ചത്. കൊയിലാണ്ടി ശ്രീനാരായണ ഗുരുദേവ കോളേജിലെ അവസാന വർഷ സൈക്കോളജി ബിരുദ വിദ്യാർത്ഥിനിയാണ്. ശ്രീനന്ദയുടെ നെറ്റിയിലും താടിയിലും മുറിവുള്ളത് ദുരൂഹത ഉയർത്തുന്നുണ്ട്. കൊയിലാണ്ടി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, കോളേജ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ, പല ദുരൂഹതയും ഉണ്ട്, പല സംശയങ്ങളുമുണ്ട്. പോലീസ് എന്താണ് പറയുന്നത്? ടോം, 21 വയസ്സുള്ള ശ്രീനാരായണ കോളേജിലെ അവസാന വർഷ സൈക്കോളജി വിദ്യാർത്ഥിനിയായ ശ്രീനന്ദയെ ചൊവ്വാഴ്ച വൈകിട്ടാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പതിവ് പോലെ തന്നെ ചൊവ്വാഴ്ച കോളേജിൽ ശ്രീനന്ദ പോയിരുന്നു. അതിനുശേഷം വീട്ടിൽ വൈകുന്നേരത്തോടുകൂടി എത്തി, 5:00 വീട്ടിൽ എത്തി. ഇതിനുശേഷം സമീപത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു. ആ ഉത്സവത്തിൻ്റെ എഴുന്നള്ളത്ത് കാണാനായി മാതാപിതാക്കൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ നേരം ഈ ശ്രീനന്ദയെ കൂടി പോകാൻ വിളിച്ചിരുന്നു. പക്ഷേ പോകുന്നില്ല എന്ന് പറഞ്ഞ് ശ്രീനന്ദ തനിച്ചായിരുന്നു ആ സമയം വീട്ടിലുണ്ടായിരുന്നത്. ഈ മാതാപിതാക്കൾ ഉത്സവം കണ്ട് മടങ്ങിയെത്തിയ ശേഷം തിരിച്ചു വന്നപ്പോൾ വീട് അടച്ചിട്ടിരിക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഒരുപാട് തവണ മുട്ടി വിളിച്ചെങ്കിലും തുറന്നില്ല. തുടർന്ന് വീടിൻ്റെ സമീപത്തുള്ള ജനലിൽ കൂടി മുറിക്കുള്ളിലേക്ക് നോക്കിയപ്പോഴാണ് അകത്ത് തൂങ്ങി മരിച്ച നിലയിൽ ഇവരെ കണ്ടെത്തിയത്. പിന്നീട് അയൽവാസികളൊപ്പം ചേർന്ന് വാതിൽ തകർത്താണ് അകത്ത് പ്രവേശിപ്പിച്ച് ശ്രീനന്ദയെ താഴെ ഇറക്കിയത്. പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറും. എന്തായാലും ശ്രീനന്ദയുടെ നെറ്റിയിലും താടിയിലും ഒരു മുറിപ്പാട് പ്രത്യക്ഷമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുറിപ്പാട് കണ്ടതുകൊണ്ട് തന്നെ അസ്വാഭാവികമായ ചില കാര്യങ്ങൾ, സംശയങ്ങൾ ഉയർത്തുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും പോലീസ് കൃത്യമായി ഒരു മറ്റെന്തെങ്കിലും ശ്രമം അല്ലെങ്കിൽ മറ്റ് അപായപ്പെടുത്താൻ ശ്രമിച്ചതാണോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായി പറയുന്നില്ല. എന്തായാലും ഇക്കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ. കുടുംബത്തിന് അല്ലെങ്കിൽ നാട്ടുകാർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ഈ ശ്രീനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട്? അങ്ങനെ ഒരു മുറിപ്പാടുകൾ മുഖത്തുൾപ്പെടെയുണ്ട്, താടിയിലുണ്ട്. ഒരു അപായപ്പെടുത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? അവർ അത്തരമൊരു പരാതി ഉന്നയിക്കുന്നുണ്ടോ? നിലവിൽ അങ്ങനെ ഒരു പരാതി പ്രത്യേകിച്ച് അവർ ഉന്നയിച്ചിട്ടില്ല. പോലീസിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് വരുന്നത് എന്നത് അനുസരിച്ചായിരിക്കും മുന്നോട്ട് കാര്യങ്ങൾ നീങ്ങുക. എന്തായാലും പോലീസ് നിലവിൽ തന്നെ ഇക്കാര്യത്തിൽ ചില സംശയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ചില സാഹചര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിലൊരു വ്യക്തത ലഭിക്കൂ എന്നാണ് പോലീസ് പറയുന്നത്. അന്നും പതിവ് പോലെ കോളേജിൽ പോയ ഒരു കുട്ടി തിരിച്ച് വീട്ടിൽ വരുന്നു.
വീട്ടുകാരുമായി ഒക്കെ ഇടപഴകുന്നു. അതിനുശേഷം ഈ ക്ഷേത്രത്തിലേക്ക് ഈ മാതാപിതാക്കൾ പോയ സമയത്ത് എന്തായിരിക്കാം നടന്നത് എന്നത് സംബന്ധിച്ചുള്ള ഒരു സംശയം, അല്ലെങ്കിൽ പെട്ടെന്ന് എന്താണ് ഈ ആത്മഹത്യക്ക് ഈ കുട്ടിയെ പ്രേരിപ്പിച്ചതെന്നതാണ് ഈ അന്വേഷണ വിഷയമായി അല്ലെങ്കിൽ ഇപ്പോൾ പ്രധാനമായി നിൽക്കുന്നത്. നിലവിലെ സാഹചര്യ തെളിവുകൾ പരിശോധിക്കുമ്പോൾ തൂങ്ങിയുള്ള മരണമാവാം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതാവാം എന്ന ഒരു പ്രാഥമിക നിഗമനം തന്നെയാണ്. മറിച്ചുള്ള തെളിവുകൾ ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരുപക്ഷെ കൂടുതൽ തെളിവുകൾ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയും കൂട്ടുകാരോടും അല്ലെങ്കിൽ കോളേജിലൊക്കെ എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ആരായുക, അല്ലെങ്കിൽ ആത്മഹത്യാക്കുറിപ്പ് പോലെ എന്തെങ്കിലും കുറിപ്പുകൾ കണ്ടെടുക്കുക, അത്തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുമ്പോഴാവും കുറച്ചുകൂടെ വ്യക്തത ലഭിക്കുക. എന്തായാലും പോലീസ് അല്പസമയത്തിനുള്ളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. അതിനുശേഷം കുറച്ചുകൂടി ഒരു വ്യക്തത ഇക്കാര്യത്തിൽ കൈവരും കേട്ടോ. യെസ്, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ്. അനീഷ്, ഒരു ചെറിയ സംശയം കൂടി ഉള്ളത്, ഒരു ആത്മഹത്യയാണെങ്കിൽ സ്വാഭാവികമായ ഒരു ആത്മഹത്യ കുറിപ്പോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അക്കാര്യങ്ങളെക്കുറിച്ച് ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ഈ പെൺകുട്ടി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തനിക്ക് വിഷമങ്ങൾ ഉണ്ടായിരുന്നത് പങ്കുവയ്ക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ഇവിടെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഈ ശ്രീനന്ദയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പങ്കുവച്ചിരുന്നോ? അത്തരത്തിൽ കാര്യങ്ങൾ ഒരു വ്യക്തമല്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇക്കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. ആത്മഹത്യാക്കുറിപ്പടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും പോലീസ് ഇതുവരെ പങ്കുവച്ചിട്ടില്ല. ഒപ്പം ഈ സഹപാഠികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും. മാതാപിതാക്കളുടെ മൊഴി, അയൽവാസികളുടെ മൊഴിയൊക്കെ പോലീസ് പ്രാഥമികമായി തന്നെ രേഖപ്പെടുത്തും. ഇതിനുശേഷമാവും എന്താണ് ഈ കുട്ടി മരിക്കാൻ ഇടയായ ഒരു സാഹചര്യം എന്നതിനെക്കുറിച്ചൊരു കൃത്യമായൊരു ചിത്രത്തിലേക്ക് കടക്കും. ഇപ്പോൾ പോലീസ് മൃതദേഹവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം നടപടികളുടെ തിരക്കിലാണ്. നമ്മൾ പോലീസിൽ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തുടർ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ കഴിയൂ. നിലവിൽ ആത്മഹത്യ എന്ന ഒരു പ്രാഥമിക നിഗമനമുണ്ട്. പക്ഷേ ഈ കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ചാണ് പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. കൃത്യമായും ഈ സഹപാഠികളായ ആളുകൾ അല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റു സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർ അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിച്ച് വരികയാണ്. വൈകാതെ ഇത് സംബന്ധിച്ച ഒരു വ്യക്തത ലഭിക്കും. ഇപ്പോൾ ഒരു പ്രാഥമിക രീതിയിലുള്ള അന്വേഷണം ആണ് നടക്കുന്നത്. കാരണം എന്താണ് സംഭവിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുറച്ചുകൂടി വ്യക്തത കൈവരും. അതിനുശേഷമാവും ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് പോലീസ് എത്താൻ കഴിയൂ. ഈ ആത്മഹത്യാക്കുറിപ്പ് അടക്കമുള്ള വിവരങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും പോലീസ് വൈകാതെ പുറത്തു പറയും കേട്ടോ. യെസ്, MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് വീടിനുള്ളിൽ ജീവനൊടുക്കിയത്. മുഖത്ത് അതോടൊപ്പം തലയിലും മുറിവേറ്റ പാടുകളുണ്ട്. അതിലാണ് ചില ദുരൂഹത സംശയിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം ഇക്കാര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. പാലക്കാട് കഞ്ചിക്കോട് IIT-യിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ആക്രമണം നടത്തിയതാരാണ്? കഴിഞ്ഞ ദിവസം രാത്രിയിൽ കോളേജ് വിദ്യാർത്ഥിനിക്ക് നേരെ ആക്രമണമുണ്ടായി. സംഭവം നടന്ന് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. സേലം സ്വദേശിനിയായ വിദ്യാർത്ഥിനിക്ക് നേരെയുണ്ടായ ആക്രമണം കസബ പോലീസ് ഇൻസ്പെക്ടർ M. സുജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷിക്കുക. ഇക്കഴിഞ്ഞ 23-ന് രാത്രിയിലാണ് എഞ്ചിനീയറിംഗ് 4ാം വർഷ വിദ്യാർത്ഥിനിയായ സേലം സ്വദേശിനിക്ക് നേരെ ആക്രമണമുണ്ടായത്. സുഹൃത്തുക്കൾക്കൊപ്പം ഡൈനിങ് ഹാളിലേക്ക് നടന്നു പോകുന്നതിനിടെ ഒരാൾ യുവതിയുടെ തലയ്ക്കടിക്കുകയായിരുന്നു. അജ്ഞാതനായ ഒരാളാണ് ആക്രമിച്ചതെന്നാണ് പോലീസിന് ലഭിച്ച മൊഴി. വിവരങ്ങളുമായി M. വിഷ്ണു ചേരുന്നു പാലക്കാട് നിന്ന്. വിഷ്ണു, ഈ പെൺകുട്ടിക്ക് നേരെ ആക്രമണമുണ്ടായി ഒരു ദിവസമൊക്കെ കഴിയുന്നു, ഇതുവരെയും യാതൊരു സൂചനയുമില്ല. അജ്ഞാതനാണ് ആക്രമിച്ചതെന്ന് മൊഴിയുണ്ട്. യാതൊരു CCTV ദൃശ്യങ്ങളോ ഒന്നും ഈ പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയുമില്ലേ? പോലീസിന്റെ അന്വേഷണത്തിൽ എന്താണ് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? ടോം, തീർച്ചയായും ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കഞ്ചിക്കോട്ട് IIT-യിലെ വിദ്യാർത്ഥി സേലം സ്വദേശിയായ 21-കാരിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്.
അതായത് തിങ്കളാഴ്ച രാത്രി ഈ ഹോസ്റ്റലിൽ നിന്നും കൂട്ടുകാരിയോടൊപ്പം ഈ കുട്ടി ക്യാൻറ്റീനിലേക്ക് പോകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ പോകുന്ന വഴിക്ക് കൂട്ടുകാർ മുമ്പിൽ പോവുകയും ഈ കുട്ടി കുറച്ച് പുറകിലായിരുന്നു. പിന്നീട് കൂട്ടുകാരികൾ കേൾക്കുന്നത് കുട്ടിയുടെ നിലവിളിയാണ്. ചെന്ന് നോക്കുമ്പോൾ തലയ്ക്ക് അടിയേറ്റ് ചോരയിൽ കുളിച്ചിറക്കുന്ന വിദ്യാർത്ഥിനിയാണ് കാണുന്നത്. അപ്പോ തുടർന്ന് മറ്റുള്ള വിദ്യാർത്ഥികളെയും സ്കൂൾ കോളേജ് അധികൃതരെയും വിവരം അറിയിക്കുകയും ഈ കുട്ടിയെ ആദ്യം കഞ്ചിക്കോടുള്ള ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോയമ്പത്തൂരിലും എത്തിച്ചു. ഇപ്പോൾ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിദ്യാർത്ഥി ഉള്ളത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം വഴിമുട്ടിയ ഒരു അവസ്ഥയിലാണ്. കാരണം യാതൊരുവിധ തെളിവുകളോ ഒന്നും ലഭിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ അജ്ഞാതനാണ് ആക്രമിച്ചെന്നുള്ള മൊഴി മാത്രമാണ് കുട്ടിക്ക് നൽകാനായിട്ടുള്ളത്. ഈ കോളേജിൽ ക്യാമ്പസിൽ CCTV ഇല്ലാത്ത ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അക്രമം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പസിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഉള്ള ആൾക്കാരായിരിക്കാം അക്രമം നടത്തുക എന്നുള്ള നിഗമനം മാത്രമാണ് നിലവിലുള്ളത്. പുറത്തുനിന്നും ആൾക്കാർക്ക് ക്യാമ്പസിലെത്തി ആക്രമണം നടത്താൻ സാധ്യത കുറവാണെന്ന് കോളേജ് അധികൃതരും വ്യക്തമാക്കുന്നുണ്ട്. ഇതിനായി അന്വേഷണത്തിനായി കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളുടെ സഹപാഠികളുടെ ഒക്കെ വലിയ പ്രക്ഷോഭം കോളേജിൽ ഉണ്ടായിരുന്നു. അതായത് കോളേജിൽ വിദ്യാർത്ഥികൾ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഈ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും കുറ്റക്കാരെ കണ്ടുപിടിച്ച് നടപടി ഉണ്ടാകണമെന്നും അത്രയും വലിയൊരു ക്യാമ്പസ്, അവിടെ ഈ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടുള്ള ഉത്തരവാദിത്വം അധികൃതർക്കുണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് അതേക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. കാരണം വലിയ പ്രതിഷേധമുണ്ടായ ശേഷമാണ് സുരക്ഷ ഉറപ്പാക്കുമെന്ന് IIT അധികൃതർ ഉറപ്പു നൽകുന്നത് പോലും. കാരണം അത്രയധികം സുരക്ഷയുണ്ട്, പുറത്തുനിന്ന് ആരും കയറാനുള്ള സാഹചര്യമില്ല എന്ന് കോളേജ് അധികൃതർ തന്നെ പറയുന്നു. അങ്ങനെയെങ്കിൽ ആരാണ് ഈ ആക്രമണം നടത്തിയതെന്ന് അറിയണം. ഇപ്പോഴും പ്രതി ഒളിവിൽ തന്നെയാണ്. ഇത് കേന്ദ്രീകരിച്ചാണ് ഇത്രയധികം ഒരു 24 മണിക്കൂർ, അതായത് 48 മണിക്കൂർ ആവുകയാണ് ഈ സംഭവം നടന്നിട്ട്. ഇത് ഈ ഓരോ മണിക്കൂറുകൾ പിന്നിടും തോറും അത് ഈ കേസിലേക്ക് പ്രതിയിലേക്ക് എത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ച് വെല്ലുവിളിയല്ലേ? തീർച്ചയായും ടോം, വിദ്യാർത്ഥികളുടെ ആവശ്യവും അതുതന്നെയായിരുന്നു. സുരക്ഷ ഉറപ്പാക്കണം. എന്നാൽ കോളേജ് അധികൃതർ പറയുന്നു കോളേജിൽ വലിയ സുരക്ഷ വിദ്യാർത്ഥികൾ ഒരുക്കിയിട്ടുണ്ട്. ഫുൾ CCTV നിരീക്ഷണത്തിലാണ് ക്യാമ്പസ് ഉള്ളത്. എന്നാൽ ഈ ഒരു ഭാഗത്ത് CCTVയുടെ നിരീക്ഷണം ഇല്ലാത്ത ഒരു കൃത്യ പോയിന്റിൽ വെച്ചാണ് ഈ അക്രമം ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് കോളേജ് അധികൃതർ വ്യക്തമായി പറയുന്നത് പുറത്തുനിന്നുള്ള ആൾക്കാരല്ല വന്ന് ചെയ്തത്. കാരണം അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഇല്ല. സെക്യൂരിറ്റി സംവിധാനങ്ങളെല്ലാം തന്നെ കോളേജിൽ സജ്ജമാണ്. പുറത്തുനിന്ന് ആൾക്കാർക്ക് വരാനുള്ള സാധ്യത കുറവാണ്. വിദ്യാർത്ഥികളും അതിനാണ് ആവശ്യപ്പെടുന്നത് കുറ്റക്കാരെ കണ്ടുപിടിക്കണം. സഹപാഠികളോ കോളേജിനകത്തെ അധികൃതരോ ആരുടെ ഭാഗത്താണ് ഇങ്ങനൊരു അക്രമം ഉണ്ടായതെന്നുള്ള കണ്ടുപിടിക്കണം എന്നുള്ള വലിയ ആവശ്യത്തോടെയാണ് വലിയ പ്രക്ഷോഭം കഴിഞ്ഞ ദിവസം നടത്തിയത് വിദ്യാർത്ഥികൾ. ഇതേ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ അടക്കം പോലീസ് രൂപീകരിച്ചിട്ടുള്ളത്. കസബ പോലീസ് ഇൻസ്പെക്ടർ M. സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവർ കഴിഞ്ഞ ദിവസം മുതൽ കോളേജിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തിയിരുന്നു. കുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി, സഹപാഠികളുടെ മൊഴി രേഖപ്പെടുത്തി വിശദമായ അന്വേഷണം നടന്നു വരുന്നുണ്ട്. വ്യക്തമാണ്. M. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയണം. കാരണം വലിയ ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. കഞ്ചിക്കോട് IITക്കുള്ളിൽ ക്യാമ്പസിനുള്ളിൽ വെച്ചാണ് ഒരു വിദ്യാർത്ഥിനിക്ക് നേരെ ആക്രമണമുണ്ടായത്. സംഭവം നടന്ന് ഒരു ദിവസം പിന്നിട്ടിട്ടും യാതൊരു സൂചനയുമില്ല. പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.